ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നലെ ഞാനൊരു ക്ലേ ഉണ്ടാക്കണ വീഡിയോ ഞാൻ ഒരു ലോങ് വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ക്ലേ ഉപയോഗിച്ചിട്ട് തന്നെ ഞാൻ നിങ്ങൾക്ക് ഒരു സാധനം കൂടി ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാമെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതാണ് കേട്ടോ, ആ ക്ലേ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണം. എന്നിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം, ആരും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പെട്ടെന്ന് പോകാം. അപ്പോൾ എന്താണ് ഞാനിതിങ്ങനെ കട്ട് ചെയ്തിട്ട് കാണിച്ചു തരുന്നതെന്ന് ചോദിച്ചാൽ, എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ ഉണ്ടാക്കിയ ക്ലേ എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഞാൻ കട്ട് ചെയ്ത് കൂടി കാണിച്ചു തരുന്നത്. എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടി അപ്പുറമാണ് എനിക്ക് ഈ ക്ലേ എൻ്റെ കയ്യിൽ നേരെ വന്ന് കിട്ടിയത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ക്ലേ എങ്ങനെ എടുത്തു വെച്ചിരിക്കണമെന്ന് ചോദിച്ചാൽ, ഞാൻ ഉണ്ടാക്കിയ ആ ഒരു തുണി തന്നെയാണ് ഞാനിത് കെട്ടിയെടുത്ത് വെച്ചിരിക്കുന്നത്. അല്ലാതെ ഡപ്പയിലോ അങ്ങനെയൊന്നും അല്ല എടുത്ത് വെച്ചിരിക്കുന്നത്. എനിക്കൊരു കുഴപ്പമില്ല, അതിപ്പം നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഇതിൽ കാണുന്ന പോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പെട്ടെന്ന് പോകാം. അപ്പോൾ ഇതേപോലെ നല്ലതുപോലെ ആ ക്ലേ ഒന്ന് കുഴച്ച് മറിക്കണം. എന്താണ്, ഞാൻ കുറേ കട്ട് ചെയ്തതല്ലേ, അപ്പം അതിൻ്റെ ഒരു ഇതിൽ മാറി നിൽക്കുന്നുണ്ടാവുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇത് നല്ലതുപോലെ കുഴച്ച് മറിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആത്മാർത്ഥമായിട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനം നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറം നമുക്ക് ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടുമ്പോൾ നല്ലൊരു സന്തോഷം തോന്നില്ലേ നമുക്ക്. അതാണ് എൻ്റെ ഇവിടെ കാണുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ നല്ലതുപോലെ കുഴച്ച് മറിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ആവശ്യത്തിന് വേണ്ട ആ ഒരു പോർഷൻ മാത്രം ഞാനിതൊന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കുന്നുണ്ട്. ഞാനത് ഈ വീഡിയോയിലും കൂടി കാണിക്കുന്നുമുണ്ട്. അപ്പോൾ ഇത്ര മാത്രമേ എനിക്കതിൽ വേണ്ടതുള്ളൂ, കൂടുതലായിട്ടൊന്നും വേണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പെട്ടെന്ന് പോകാം. ഇത് ഇത്രയുള്ളൂ ഞാനത് കട്ട് ചെയ്ത് എടുക്കുന്നത്. കണ്ടോ, കട്ട് ചെയ്യുമ്പോഴും ആ ഒരു സോഫ്റ്റ് ആയിട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു കട്ട് ചെയ്ത ആ ഒരു പീസ് മാത്രം മതി. ഇനി ഞാൻ ആ ബാക്കിയുള്ളത് ഞാൻ ആ തുണിയിൽ തന്നെയാണ് കെട്ടിയെടുത്ത് വയ്ക്കുന്നത്. ഇനി നമുക്ക് ഈ എടുത്ത പീസ് ഇതേപോലെ കൈ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ പെർഫ്യൂം, ഒരു റൗണ്ട് ഷേപ്പുള്ള പെർഫ്യൂമിൻ്റെ കുപ്പിയും കൊണ്ട് നമുക്ക് ആക്കി കൊടുത്താലും മതി. ഞാനിവിടെ ഒരു ചെറിയൊരു പീസ് പൈപ്പിൻ്റെ ഒരു ഇതും കൊണ്ടാണ് ഞാൻ പരത്തി കൊടുക്കുന്നത്. ഇത് ടേബിളിൽ ഒട്ടിപ്പിടിക്കണമൊന്നുമില്ല, ഞാൻ അതിൽ കാണിച്ചിട്ടും ഉണ്ടായിരുന്നു. ഒട്ടിപ്പിടിക്കണമൊന്നുമില്ല, നേരെ കിട്ടുന്നുണ്ട്. ഈ ഒരു ഇല എന്താണെന്ന് ചോദിച്ചാൽ, കയ്പ്പയ്ക്കൻ്റെ വള്ളിയില്ലേ, നമ്മുടെ വീട്ടിൽ കയ്പ്പയ്ക്കൊക്കെ നമ്മൾ വിത്ത് പാകാനിടുമ്പോൾ അതിൻ്റെ വള്ളിയില്ലേ, അതിൻ്റെ ഇലയാണ് ഞാനിതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഏകദേശം ഈ ഒരു ഷേപ്പ് കിട്ടിയപ്പോൾ ഞാനത് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് കയ്പ്പയ്ക്കൻ്റെ ഇല ഇല്ലെങ്കിൽ നമ്മുടെ പപ്പായൻ്റെ ഇലയല്ലേ, അതിൻ്റെ ചെറിയ കുഞ്ഞ് ഇല വന്നിട്ടുണ്ടാവും, ആ ഒരു ഇല എടുത്താലും മതി. ഏകദേശം ആ ഒരു ഇലയും ഈ ഒരു ഇലയും സെയിം ആയിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു ഇലയാണ് ഇതിലെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ആ ഇലേൻ്റെ മേലെയൊക്കെ വെച്ചിട്ട് അതിൻ്റെ ബാക്കി വന്ന ഭാഗമൊക്കെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഞാൻ അത് വല്ലാതെ ഫിനിഷിങ്ങിലൊന്നും അല്ല ചെയ്തിരിക്കുന്നത്, ഫിനിഷിങ്ങിൽ കൂടി ചെയ്താൽ നല്ല ഭംഗിയുണ്ടാവും. ഇതിൻ്റെ ലാസ്റ്റ് ഇതിൻ്റെ റിസൾട്ട് ഞാൻ ഇട്ടിട്ടുമുണ്ട്. അപ്പോൾ നിങ്ങളത് എന്തായാലും കാണണം, ഫുള്ളായിട്ട് വീഡിയോ കാണണേ. അപ്പോൾ ബാക്കിയുള്ള ഭാഗമൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഒന്നും കൂടി ഒന്ന് നോക്കുകയാണ്, എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു കേടുണ്ടോ, കട്ട് ചെയ്തത് വല്ല മിസ്റ്റേക്ക് ഉണ്ടോ എന്നൊക്കെ. അപ്പോൾ അങ്ങനെയൊന്നുമില്ല, അപ്പോൾ സെറ്റായിട്ടുണ്ട്. ഇനി ഇതേപോലെ ഒരു ഡപ്പ വേണം. പിന്നെ അതേപോലെ ഒരു പേപ്പർ ആയാലും കുഴപ്പമില്ല, അതേപോലെ ഒരു ഷീറ്റായാലും കുഴപ്പമില്ല. എന്നിട്ട് നമ്മളത് ആ ഷീറ്റിൽ അത് വെച്ചിട്ട് ഈ ഡപ്പയിൽ ഇറക്കി വെക്കുകയാണ്. എന്നിട്ട് ബാക്കി വന്ന പേപ്പർ പീസൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. ഇത് 2 ദിവസമോ അല്ലെങ്കിൽ എനിക്ക് 1.5 ദിവസം മതിയായിട്ടുണ്ട്. 1.5 ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ ഒരു ക്ലിപ്പ് കാണുന്നത്, ഈ ഒരു വീഡിയോയിലുള്ളത്. അപ്പോൾ 1.5 ദിവസത്തിന് ശേഷം അതിൻ്റെ ഇല മൊത്തം ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ഉള്ളിലും ആ ഒരു ഷേപ്പ് വന്നിട്ടുണ്ടോ നോക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ ഇലയൊക്കെ ഞാൻ ഫുള്ളായിട്ട് ചുരണ്ടി മാറ്റിയെടുത്തിട്ടുണ്ട്. എനിക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കണ്ടോ, നേരെ വന്നിട്ടുണ്ട് സംഭവം. ഇനി നമുക്കിതിൽ വേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, എന്തെങ്കിലും നല്ലൊരു പെയിൻ്റ് അടിച്ചു കൊടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. ഇല്ലെങ്കിൽ ഇതിങ്ങനെയും വെക്കാം, നന്നായിട്ടുണ്ട്. ഞാനൊരു ഗോൾഡൻ കളറാണ് പെയിൻ്റ് അടിച്ചു കൊടുത്തിരിക്കുന്നത്. ഞാൻ വീട്ടിൻ്റെ പുറത്ത് നിന്നിട്ടാണ് വീഡിയോ എടുത്തിരിക്കുന്നത്, അതുകൊണ്ടാണ് ആ ഗോൾഡൻ കളർ നിങ്ങൾക്ക് അടിക്കുന്ന നേരെ കാണാത്തത്. ഞാനിത് സ്പീഡിൽ കാണിക്കണമെന്ന് തന്നെ ഉള്ളൂ, പക്ഷേ ഉണങ്ങിയിട്ട് അപ്പുറത്തെ ഭാഗം അടിക്കുകയൊന്നും അല്ല കേട്ടോ. എന്താ വെച്ചാൽ ഇതിൽ ആ ഗോൾഡൻ കളർ പെട്ടെന്ന് പറ്റി പിടിക്കുന്നുണ്ട്, കയ്യിലാവുക അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ഞാൻ കയ്യോടെ തന്നെയാണ് അപ്പുറത്തെ ഭാഗമൊക്കെ അടിക്കുന്നത്. കണ്ടോ, ഞാനത് എൻ്റെ കയ്യിൽ ഫുള്ള് ഞാൻ ഫസ്റ്റ് അടിച്ച ഭാഗമാണ് എൻ്റെ കയ്യിൽ കമന്ന് വെച്ച് ഞാൻ അടിക്കുന്നത്. കയ്യിലൊന്നും പറ്റി പിടിക്കുന്നില്ല, നേരെ ആയിട്ടുണ്ട്. ഇനി ഇത് നിങ്ങൾക്ക് കാണില്ല എന്നുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നിങ്ങൾ കാണണം, കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് സംഭവം. എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു. കണ്ടോ, വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത ഒരു വീഡിയോ ആണ്.
എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഫിനിഷിങ്ങിലും കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ സംഭവം നന്നായിട്ടുണ്ടാവും. ഇത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വെക്കാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.